വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നിപ്പോൾ അതുപോലെ ഉണ്ണിക്കുട്ടന് വെള്ളം കൊടുക്കാൻ വന്നാണ്. അന്നേരം കാണുന്ന കാഴ്ച നോക്കാം, ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഈ വർഷത്തെ ആദ്യത്തെ വ്ളോഗാണേ. ഇവിടെ നിൽപ്പുണ്ടേ, അവന് വെള്ളം കുടിക്കാൻ റെഡിയായിട്ട് നിൽക്കുക. പക്ഷേ എനിക്ക് അവിടുത്തെ കണ്ടില്ല, പോച്ചെല്ലാം തിന്ന് തീർന്നു. അപ്പോൾ ഈ മൂക്ക് ഊത്താത്തതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഇവൻ്റെ അടുത്ത് പോകുന്നത് എനിക്ക് ഇച്ചിരി റിസ്ക്കാണ്. ഞാൻ ചെയ്യുന്നത് എന്തുവന്ന് കാണിച്ചു തരാവേ. ഇപ്പോൾ ഉണക്കൊക്കെ ഇല്ലേ, കൊണ്ട് പോച്ചയൊന്നും ഇല്ലേ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇതാ ഇവിടെ ഇച്ചിരി പോച്ചയും കാപ്പിയും അതൊക്കെ ഉണ്ട്. അവൻ ഇതൊക്കെ തിന്നുമായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ വെള്ളം കൊണ്ടുവന്നതാണ് ഇവിടെ ഇങ്ങനെ വെക്കുവാണേ. ഇവിടെ ഇങ്ങനെ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഉള്ള ഗുണമെന്ന് വെച്ചാൽ അവൻ വെള്ളം കുടിക്കാൻ ഓടിങ്ങി വരുത്തിയിട്ട് ഇവിടെ ഇങ്ങനെ കയറെടുത്ത് ഇവിടെ എവിടെയെങ്കിലും കെട്ടി വെക്കും. ഇതാണ് ഈ കാരണം അത്ര ധൈര്യമില്ല, മൂക്ക് കൂത്താത്തതുകൊണ്ടേ. എനിക്ക് കൂട്ടിൽ താണ്ട് ഇവനും കൂടി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ജിമ്മിയാണേ, അവനും കൂട്ടിൽ വന്നിട്ടുണ്ട്. ഉണ്ണിക്കുട്ടനെ കുത്തത്തൊന്നുമില്ല, പക്ഷേ എന്നാലും അവൻ്റെ സ്നേഹത്തോടാണെൻ്റെ മുഖം കൊണ്ടൊരു തട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാനങ്ങ് താഴെ പോകുമല്ലോ. ആ ഒരു പേടി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. നമ്മുടെ ഇവിടെ ഈ ഓടലുമരം ഉണ്ടല്ലോ, അത് പൂത്ത് നിൽപ്പട്ടതാണിത്. നിങ്ങൾക്ക് കാണാമോയെന്നറിയത്തില്ല. അതുകൊണ്ട് ഓടൽപ്പഴം ഓടൽപ്പഴമല്ല, ഓടൽ മഴ എന്തുകൊണ്ട് അവിടെ ഇങ്ങനെ പൂത്ത് നിൽപ്പുണ്ട്. എൻ്റെ കാ കണ്ടിട്ടില്ല, അപ്പോൾ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ഇങ്ങനെ വരുമ്പോൾ എല്ലാം നോക്കും. നിറച്ച് പൂത്ത് നിൽപ്പുണ്ട്. ഇപ്പം എനിക്ക് എത്തുന്ന സ്ഥലത്തല്ല, അതുകൊണ്ട് പൂ കാണിക്കാൻ പറ്റത്തില്ല. മുകളിലാണ് ഇത് കണ്ടില്ല, ഇത് നിറച്ച് വീട് വരെയുണ്ട്. അപ്പം അന്യം നിന്ന് പോകുന്നൊരു സസ്യം എന്നൊക്കെ പറയാം. പണ്ട് കാലത്ത് എൻ്റെ അമ്മയും പപ്പായും ഒക്കെ ഇതിങ്ങനെ കഴിച്ച കഥകളും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ മരത്തെപ്പറ്റി ഇത് മരമല്ല, ഒരു സൈസ് വള്ളിയാണേ. ഇതിനെപ്പറ്റി പറഞ്ഞു തന്നെ. അങ്ങനെ കണ്ടിട്ട് നിറച്ച് പൂ കാണാമല്ലോ അല്ലേ, നിറച്ച് പൂത്ത് നിൽക്കുക. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴെല്ലാം നോക്കും, കായുണ്ടോയെന്ന്. ഒരു ക്യൂരിയോസിറ്റി അല്ലേ അത്, കാണാനും കഴിക്കാനുമുള്ള ആഗ്രഹം കൊണ്ട് ഞാനിങ്ങനെ വന്ന് നോക്കും. അതുകൊണ്ട് ഇപ്പം അത്രയുമായി. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുഞ്ഞു കുഞ്ഞു പൂവായിരുന്നേ. ഇതിലെ കായൊക്കെ ആകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആണ്ട് അങ്ങനെ തെണ്ടി തിരിഞ്ഞ് പരത്ത് നടന്നപ്പോൾ അതാണ് ഓടൽപ്പഴം കണ്ടു. വേണ്ട ഈ ഞാന്ന് കിടക്കുന്ന ഇത് കണ്ടോ, ഇതാണ് സാധനം. സംഭവം ഇതാണ്, ഓടപ്പഴം എന്ന് പറയുന്ന സാധനം ഇതാണ്. ഇനി ഇത് മഞ്ഞ കളറാകും എന്നാണ് പറയുന്നത്. ഇത് പഴുത്ത് എനിക്ക് കിട്ടുവാണെങ്കിൽ, ഇതിപ്പം ഇത്രയും ഹൈറ്റ് ഇത് കണ്ടില്ലേ, ഒരു ഇതിൻ്റെ കരയിലാണേ. അപ്പം ഇത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത്. എന്നെ കൊണ്ട് പറിക്കാൻ പറ്റത്തില്ല. ഞാൻ ആരോടെങ്കിലൊക്കെ പറഞ്ഞൊന്ന് പറിപ്പിക്കാവോ നോക്കട്ടെ. അതും പഴുത്ത് കഴിഞ്ഞിട്ടല്ലേ പറിക്കാൻ പറ്റൂ. അപ്പം ആ സമയം വരെ ഈ സാധനം ഇവിടെ ഉണ്ടെങ്കിൽ പഴുത്തത് എനിക്ക് പറിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാവേ. അപ്പം എല്ലാവരും അതിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. കണ്ടോ, ദാണ്ട ഇതാണ് ഓടപ്പഴം. കണ്ടോ, ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് മേളിലെല്ലാം ഉണ്ട് കണ്ടോ, മേളിലെല്ലാം ഉണ്ട് കണ്ടോ, നിറച്ചുണ്ട് മേളിൽ. അതുകൊണ്ട് അവിടെ എല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് കഴിക്കാൻ നോക്കത്തില്ല. കിളികളെല്ലാം വന്ന് ഇഷ്ടംപോലെ വണ്ണാത്തിക്കിളിയും പിന്നെ പച്ചക്കിളി എല്ലാം ഉണ്ട്. കുട്ടിക്കുറുമ്പൻ എന്നൊക്കെ പറയുന്നത്, അവരെല്ലാം വന്ന് പറിച്ച് തിന്നും. ഞാൻ നോക്കട്ടെ താഴെ നിൽക്കുന്നേലും കിട്ടും ഒന്ന് ടേസ്റ്റ് ചെയ്യാനേ. ഇതാണ് അതേണ്ട, ഇത് കണ്ടോ, ഇതാണ് ഒരു ഇത്തിരി വർഷം പഴയതാണ് കേട്ടോ. ഇത് കണ്ടോ, ആണ് സാധനം. എൻ്റെ അമ്മയുടെ ചെറുപ്പത്തിൽ ഉള്ളതാണിത്. വേണ്ട ഒരെണ്ണം ഞാൻ പറിക്കാൻ ചെന്ന് താഴെ വീഴുമോ. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു മൂന്ന് കാന്ന് വെച്ചാൽ ഞാൻ 2 വള്ളിയെ നിന്നതാണ്. എനിക്ക് എത്തിയത് 3 പറിച്ചു. ഇതൊന്നും വിളഞ്ഞതാണോ ഒന്നും എനിക്കറിയത്തില്ല. ഇതാണ് സാധനം. ഞാൻ ഇത് പിന്നെ മുറിച്ചിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ക്രാവിന് വെള്ളം കൊടുക്കാൻ വന്നതല്ലേ, അവിടെ എത്തിട്ട് മുറിച്ചിട്ട് കാണിച്ചു തരാവേ. ഇതാണ് കായ്, ഇങ്ങനെ ഇരിക്കും. കൊടുക്കാൻ വന്നെങ്കിലും എൻ്റെ കൂടെ നിന്ന 2 പേരാണ് ഇവർ. എൻ്റെ കൂടെ വന്നവരാണ്. ഇവരെ വീട്ടിൽ നിർത്തിയിട്ട് വരാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ അടുത്ത് തന്നെ കാണുന്നിടത്ത് സേഫായിട്ടുള്ള സ്ഥലത്ത് ഞാൻ നിർത്തി. ഇവൻ പിന്നെ എൻ്റെ കൂടെ വന്നു. ഉണ്ണിക്കുട്ടൻ്റെ വെള്ളമൊക്കെ കൊടുത്തിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാന്നേ ഉള്ളൂ. ഞാൻ ഇനിയും വീട്ടിൽ ചെന്നിട്ട് ആ കായൊന്ന് മുറിച്ചിട്ട് അതോടെ കാണിച്ചു തരാം. ഇതാണ് ഓടൽ ഞാൻ പറിച്ചുകൊണ്ട് വന്നത്. ഇതൊന്ന് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാണ് ഞാനിത് പറിച്ചുകൊണ്ട് വന്നത്. ഈ സാധനം പൊട്ടാണ്. ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പരുവൊന്നും ആയിട്ടില്ല. ഇതിന് നല്ല മഞ്ഞ കളറാകും. നല്ല മഞ്ഞ കളറാകുമ്പോഴാണ് ഇത് കഴിക്കുന്നത്. അന്നേരം ഇതിൻ്റെ ഈ പുറത്തൊരു മാതളമുണ്ട്. ആ മാതളം നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിനകത്തൊരു കുരുവുണ്ട്. ആ കുരു വിസിലായിട്ട് ഊതാം. ഇത് എനിക്ക് കേട്ടുകേൾവിയേ ഉള്ളൂ, എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടതാണ്. അപ്പോൾ ഞാൻ എന്തായാലും ആ ചെടിയിൽ പോയി നോക്കും. പഴുക്കുമ്പോൾ ഞാൻ നിങ്ങളെ എന്തായാലും കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഞാൻ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാമേ. ഇതിൻ്റെ തോടിനൊക്കെ നല്ല കട്ടിയാണ്. ഇതാണ് കയ്പ ഓർത്തിട്ടേ ചേട്ടാ.
ഇതാണ് കാരണം എനിക്ക് തോന്നുന്നത് തന്നെ ഈ മാതളമാണ്. ഈ സൈഡിൽ കാണുന്ന ഒരു ചെറിയൊരു മാതളമുണ്ട്, അതാ കഴിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ തന്നെ ഇതാണ് സീഡ്. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ, സീ യു സൂൺ.